ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വണ്ടി ട്രിപ്പിന് പോയതാണെന്ന് ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിന്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ അതാദ്യം പോയി കാണാം, എന്നിട്ട് പാർട്ട് 2ലേക്ക് വരാം. അപ്പോൾ അമ്മ ഇന്ന് കണ്ണൂർ പോകാൻ പോകുന്നത് സ്നേക്ക് പാർക്കിലേക്കാണ് ഗൈസ്. അങ്ങനെ സ്നേക്ക് പാർക്കിൽ നമ്മളവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറുമ്പം തന്നെ കാണുന്നത് ഇതാ ഈ മീനുകളെയാണ്. പിന്നെ ബ്ലാക്ക് മീന, പിന്നെ ഒരുപാട് നല്ല നല്ല മീനുകളൊക്കെ ഉണ്ട്. ഇതാ വരുന്നത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, പിന്നെ കളർഫുള്ളായിട്ടുള്ള മീനുകളുണ്ട്. അതിന് നല്ല രസമുണ്ട്. സോ അങ്ങനെ ഒരുപാട് മീനുകളെയൊക്കെ കണ്ട്, അതുപോലെ തന്നെ സ്നേക്ക് പാർക്കാണല്ലോ, ഇഷ്ടംപോലെ സ്നേക്കുകളെയും കണ്ട്. സ്നേക്കിനെ കാണാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളി. ഇത് സ്നേക്ക് വരുന്ന സ്ഥലം, പാമ്പ് വരുന്ന സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ അമ്മ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മറ്റേ ഇഗ്വാന, മറ്റേ പിറ്റ് സ്റ്റേഷനിൽ പോയ കൈമിൽ വെച്ചിരുന്ന സാധനം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ സാധനങ്ങളൊന്നുമില്ല, ആകെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പണ്ട് എന്തൊക്കെയോ ഉണ്ടാവലുണ്ട്. ഇതാ പൂച്ചയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിന്. അത് പിള്ളേരെയൊക്കെ ടീച്ചർമാരും പാരൻസും ഒക്കെ കൂടിയിട്ട് കുത്തിക്കയറ്റാണ് ഇത്. എന്നാൽ ഞാനും എൻ്റെ ഇത്താത്തി അങ്ങനെ നമ്മളും വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്, എന്നിട്ട് അത് നമ്മളെ വണ്ടിയാണ് ബാക്കിൽ കാണുന്നത്. അമ്മ അവിടെ ഇരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. എല്ലാവരും കൂടിയിട്ട് അവിടെ ആ ഗ്രൗണ്ടിൽ പോയി ഇരുന്നിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതായി ഞാൻ വരുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇങ്ങനെ ലേഗായി പോവാണ്. ഇത് എമുവാണ് ഗൈസ്. അങ്ങനെ എമുവിനെല്ലാം കണ്ട് കുറച്ച് അതിനെയും വീഡിയോ എടുത്തു. അങ്ങനെ ഓരോന്നോരായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരുന്ത് എൻ്റെ അടുത്താണെങ്കിൽ ഒരു പ്രത്യേകിച്ച് വലിയ ക്ലിയറൊന്നുമില്ല, കാരണം എൻ്റെ ഫോൺ ഒരു ജാതി ഫോണാണ്. അപ്പം എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ എടുത്തതാണ്. മെയിലാണ് ഇത്, ഒരു പുള്ളി മെയിൽ. ഇത് പാമ്പ് കാണാൻ പോതിയില്ലെങ്കിൽ അതിനെ സ്കിപ്പായിക്കോ. കുറേ ആൾക്കാരുണ്ട് പാമ്പിനെ കാണാൻ ഛർദ്ദിക്കാൻ പറ്റുന്നതെന്ന് പറയുന്ന ആൾക്കാർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോ പാമ്പിനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി ഗൈസ്. അങ്ങനെ ഇതാ അടുത്ത പാമ്പ്, പിന്നെ ഒരു പാമ്പിൻ്റെ ഒരു ഉത്സവം തന്നെ, കാരണം സ്നേക്ക് പാർക്കാണല്ലോ. ഇത് മുതലയാണ് ഗൈസ്. എന്തോ പറയണേ, ഈ മുതലെല്ലാം ഡമ്മിയാണോ എന്ന് തോന്നിപ്പോൾ. എന്താ പറയുക, ഒരു സ്റ്റക്കായ പോലെ ഇങ്ങനെ വായും തുറന്ന് അവിടെ സ്റ്റക്കായി കിടക്കും. ഒന്നവിടെ എല്ലാം ഇനും ഉണക്കാനിട്ട പോലെ എല്ലാം 4 ഭാഗത്ത് ഇങ്ങനെ ഇതുകൊണ്ട് വായു തുറന്ന് വെച്ചാൽ സ്റ്റക്കായി നിൽക്കുന്നത്. ഇത് ഡമ്മിയാണോ എന്ന് വരെ തോന്നിപ്പോവും. അപ്പോഴാണ് ആ വെള്ളത്തിൽ നിന്നൊന്ന് ഇത് അനങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറിജിനലാണ് ഗൈസ്. അല്ല, ഒറിജിനൽ തന്നെയാണ്. എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതിൻ്റെ സ്വഭാവം മാറിക്കുള്ളൂ. പക്ഷേ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചിന്. ഇത് ഓലപ്പാമ്പ്, പിന്നെ പച്ചോളിപ്പാമ്പ്. നിങ്ങളെ നാട്ടിൽ എന്താ പറയല് ഗൈസ്? നമ്മുടെ നാട്ടിൽ പച്ചോളിപ്പാമ്പ് എന്നൊക്കെ പറയും. എന്താ പച്ചക്കളർ പാമ്പായതുകൊണ്ട് ഓലപ്പാമ്പ് എന്നും പറയാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതും പാമ്പ് തന്നെ. കുറേ പാമ്പിനെ ഇതാ ഉണക്കാനിട്ട പോലെ എല്ലാം കട്ടിക്ക് ഇഷ്ടം പോലെ പാമ്പായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് കിങ് ഓഫ് കോബ്ര. ഇതാണെങ്കിൽ വെള്ളത്തിൽ AC-യിൽ ഇങ്ങനെ സ്വിച്ച് കിടന്നുറങ്ങാണ്. കാണാനേ കിട്ടുന്നില്ല. സൂം ചെയ്തിട്ട് ഞാൻ പരമാവധി അതിൻ്റെ വാലോ എന്തോ ഒരു തുമ്പം പാലായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്താ പറയുക, അനങ്ങുന്നൊന്നും കാണുന്നില്ല. സ്റ്റക്കായിട്ട് വെള്ളത്തിൽ കിടന്നുറങ്ങാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത സാധനം ഇതാണ്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അറിയുന്ന ആൾ കമൻറ്റ് ചെയ്തോ. അപ്പം നിങ്ങൾ നല്ല കമൻസൊക്കെ ഇടും കേട്ടോ ഗൈസ്. എനിക്ക് കമൻസൊക്കെ വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആവും അടുത്തടുത്ത വീഡിയോയുടെ. ഇത് ഗൈസ് മെയിൽ, അത് വെള്ള മെയിലാണ് കേട്ടോ. അത് സ്നേക്ക് പാർക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവർ ബൈ.